അങ്ങനെ 2023 സിനിമ സീസൺ അവസാനിച്ചിരിക്കുകയാണ്. സലാറായിരുന്നു ഏറ്റവും അവസാനം റിലീസായ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമ എന്ന് പറയുന്നത്. ഇനി 2024 വരവാണ്. ഒരുപാട് സിനിമകൾ ഇതിനോടകം തന്നെ റിലീസ് ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഹോളിവുഡിലും ഇപ്പം തന്നെ ഒരുപാട് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകൾ, ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ, ഫ്യൂരിയോസ് അടക്കം ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2024 ഒരുപാട് സിനിമകൾ, എനിക്ക് പ്രതീക്ഷയുള്ള സിനിമകളുണ്ട്. ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സിനിമകൾ, അതായത് തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും കൂടുതൽ എടുത്തിട്ടുള്ള 25 സിനിമകളുടെ ഒരു ലിസ്റ്റായിരിക്കും ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹോളിവുഡിൽ തൊടുന്നതേ ഇല്ല. ഹോളിവുഡിൻ്റെ സിനിമ അല്ലെങ്കിൽ ഹോളിവുഡിൻ്റെ ആ ഒരു സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. സീരീസുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കാരണം 25 സിനിമകളുണ്ട് ഇപ്പം തന്നെ. മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ഇതിനകത്ത് ഒരുപാട് സിനിമകൾ എനിക്ക് പേഴ്സണലി ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമകളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിലൊന്നാമത്തെ സിനിമ നമുക്ക് മലയാളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ബോളിവുഡിൽ നിന്ന് തുടങ്ങുന്നതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. ഒന്നാമത്തെ സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. ലാലേട്ടൻ LGP സിനിമ. എങ്ങനെ മോഹൻലാലിനെ ലിജോ ജോസ് പല്ലശ്ശേരി എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർക്ക് കാണണമോ അങ്ങനെയായിരിക്കും ഈ ഒരു സിനിമയിൽ വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനൊരു ഗ്ലിംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി റിലീസായതാണ്. അത് ഓൾറെഡി ട്രെൻഡിങ് ആയിരുന്നു. ജനുവരി 25 ഇതിൻ്റെ ഒരു ഇനിഷ്യൽ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. ഇനി മാറ്റവും ഇല്ലയോ എന്നും അറിയില്ല. ഇതുവരെ ഈ ഒരു റിലീസ് ഡേറ്റിൽ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള, ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. രണ്ടാമത്തെ സിനിമ L2 എമ്പുരാനാണ്. ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ പൃഥ്വിരാജ് ലാലേട്ടൻ കോംബോയിലെ രണ്ടാമത്തെ സിനിമ. ലൂസിഫർ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്, വമ്പൻ ഹിറ്റായിരുന്നു. ഈ ഒരു L2 വരുന്ന സമയത്ത് അതൊരു പാൻ ഇന്ത്യൻ സിനിമ. ലൈക്കയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പാർട്ണറായിട്ടുള്ളത്. ഒരു ബോളിവുഡിൻ്റെ ഒരു ഫേസ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയൊക്കെ ആയിരിക്കും L2 എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇനി വരികയുള്ളൂ. 2024 എന്തായാലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത് ബിലാൽ. ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമോ ചെയ്യാതിരിക്കുമോ എന്നും എനിക്കറിയില്ല. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു അമൽനീരൻ മമ്മൂക്ക സിനിമ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കുറേ കാലങ്ങളായിട്ട് ബിലാൽ ഇന്ന് വരും നാളെ വരും എന്നുള്ള ആ ഒരു ടോക്ക് മാത്രമേ നടക്കുന്നുള്ളൂ. 2024 ആ ഒരു സിനിമ റിലീസ് ആവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഈ ഒരു സിനിമ ആഡ് ചെയ്തതും. മൂന്നാമതായിട്ടുള്ളത് ലിസ്റ്റ് പേരിടും. അടുത്ത സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തനാരാണ്. നമ്മളുടെ ജയസൂര്യ അതേപോലെ തന്നെ റെജിൻ തോമസ് സിനിമയാണ്. ഒരു ഹൊറർ ഫാൻറ്റസി സിനിമയായിരിക്കും ഇത്. അതിൻ്റെ ഒരു ഓൾറെഡി ട്രെയിലർ റിലീസായിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടിയത്. ഇനി സിനിമ എങ്ങനെയാകുമെന്ന് അറിയില്ല. ഓൾറെഡി ഹോളിവുഡിൻ്റെ ആ ഒരു ഇതുവരെയുള്ള സിനിമ ചരിത്രത്തെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും കത്തനാരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് ആടുജീവിതം ദ ഗോഡ് ലൈഫ്. ഈ ഒരു സിനിമ ഒരു നാഷണൽ അവാർഡ് നോമിനേഷനിൽ പോകും. ഈ ഒരു അവാർഡ് കിട്ടണം എന്ന് തന്നെയാണ്. പൃഥ്വിരാജിന് മികച്ച നടനുള്ള ഒരു അവാർഡ് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഈ ഒരു സിനിമ ഓസ്കാറിൻ്റെ ഒരു എൻട്രിയിലെങ്കിലും ചെല്ലും. അത്രയ്ക്ക് പ്രതീക്ഷയുള്ള ആടുജീവിതം എന്ന് പറയുന്ന നോവൽ വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് ഗോഡ് ലൈഫ് എന്ന് പറയുന്ന ആടുജീവിതം. ബ്ലെസ്സിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജിൻ്റെ ഒരു കിടിലൻ മേക്കോറും പുള്ളിയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും ആടുജീവിതത്തിൽ കാണിക്കാൻ പോകുന്നത്. അടുത്തത് ആവേശം ഒരൊറ്റ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതുവരെ റിലീസായിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മതിയായിരുന്നു ആവേശത്തിൻ്റെ ആ ഒരു ആവേശം കൊള്ളിക്കാനായിട്ട്. കാരണം ഫഹദ് ഫാസിലിൻ്റെ ഒരു കിടിലൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു. ജിത്തു മാധവനാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ടുള്ളത്. രോമാഞ്ചത്തിലെ എൻ്റെ ടീം ഈ ഒരു സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ രോമാഞ്ചത്തിൻ്റെ ഒരു പ്രീക്വലാണ് ഈ സിനിമ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയെ പറ്റിയിട്ട് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അടുത്ത സിനിമ റാം. ജീത്തു ജോസഫ് ലാലേട്ടൻ സിനിമയാണ്. ഇതിനോടകം തന്നെ നേര് റിലീസായി. അല്ലെങ്കിൽ ജീത്തു ജോസഫ് ലാലേട്ടൻ കോംബോയിൽ ഇറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റാണ്. അതേപോലെ തന്നെ റാമും ഒരു വലിയ ഹിറ്റായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തത് അജയൻ്റെ രണ്ടാം മോഷണം. ഈ ഒരു സിനിമയുടെ ഒരു ട്രെയിലർ ഓൾറെഡി റിലീസായതാണ്. പക്ഷേ ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒഫീഷ്യലി എന്ന് റിലീസ് ചെയ്യുക, ഒരു ഇനിഷ്യൽ റിലീസ് ഡേറ്റിനെ പറ്റിയൊന്നും ഇവർ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ ഒരു അട്ടാർ ഐറ്റമായിരുന്നു. ടൊവിനോ തോമസിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഈ ഒരു സിനിമയ്ക്ക് അത് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ബ്രഹ്മയുഗം. മമ്മൂക്കയുടെ ഒരു വേറെ വൈബ് സിനിമയായിരിക്കും. ഒരു ഹൊറർ വൈബിൽ പോകുന്ന സിനിമയായിരിക്കും. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഓൾറെഡി ട്രെൻഡിങ്ങിലായിട്ടുണ്ടായിരുന്നു. അടുത്തതൊരു വിനീത് സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം ധ്യാനും പ്രണവും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. ഈ ഒരു സിനിമയിലെ ധ്യാൻ്റെ ആ ഒരു മേക്ക് ഓവർ ഓൾറെഡി ട്രെൻഡിങ് ആണ്. ഇത്ര വണ്ണം കുറച്ച് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള ഐറ്റമൊക്കെയാണ്. അപ്പം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞു. 2024 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അടുത്തത് ടർബോ. മമ്മൂക്കയുടെ സിനിമയാണ്.
വൈശാഖാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. അത് മാത്രമാണ് എനിക്കൊരു വൈശാഖ് സിനിമ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്തോ ഒരു സിനിമ എന്താകും എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം വൈശാഖ് സിനിമകൾ കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, അപ്പുറത്ത് വീഴാം ഇപ്പുറത്തും വീഴാം. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടിപൊളിയാണ്, നല്ല നാടൻ അടിയും തല്ലുമായിരിക്കും ഈ ഒരു സിനിമയിലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് ഇനി കുറച്ച് തമിഴ് സിനിമകളാണ്. അതിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. ഇതിനകത്ത് പേരിടാത്ത സിനിമകൾ വരെയുണ്ട്. അതിൽ ഏറ്റവും കുറേ നാളായിട്ട് കാത്തിരുന്നൊരു സിനിമയാണ് ഇന്ത്യൻ 2. ശങ്കർ കുറേ നാളുകൊണ്ട് പണിപ്പുരയിൽ നിന്ന് പണിഞ്ഞെടുത്ത സിനിമയാണ് ഇന്ത്യൻ. ഓൾറെഡി നമുക്ക് കണ്ട സിനിമയാണ്, ഭയങ്കര വമ്പൻ ഹിറ്റായിരുന്നു കമൽഹാസൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു സിനിമയിലുള്ള എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ.ആർ. റഹ്മാനെ മാറ്റി അനിരുദ്ധിനെ മ്യൂസിക് ഡയറക്ടർ ആക്കി എന്നുള്ളതാണ്. അനിരുദ്ധ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഒട്ടും ട്രെയിലർ ദഹിച്ചില്ല. സിനിമ എന്താകുമെന്ന് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്തോ ട്രെയിലർ കണ്ട സമയത്ത് എന്തോ കാണിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ്. ഒന്നാമത് മ്യൂസിക് ദഹിച്ചില്ല, മൊത്തത്തിൽ ആ ഒരു ട്രെയിലർ എന്തോ പോലെയാണ് എനിക്ക് അത് തോന്നിയത് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് കൽക്കി 2898 AD. അത് ഈ ഒരു സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയാണ്. 600+ കോടി രൂപ, 600 അതിന് മുകളിലോ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രഭാസ്, കമൽഹാസൻ, അമിതാഭ് ബച്ചൻ തുടങ്ങിയ ഒരു വലിയ കാസ്റ്റ് ഈ ഒരു സിനിമയിലുണ്ട്. ഒരു ഫാൻറ്റസി ത്രില്ലർ, ഫാൻറ്റസി മോഡിൽ പോകുന്ന സിനിമയായിരിക്കും. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ആദ്യമായിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. വമ്പൻ കാസ്റ്റാണ്, വമ്പൻ ട്രെയിലറും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഈ ഒരു സിനിമ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. അടുത്തത് ദളപതി 68. ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല, പേരിനി വരികയുള്ളൂ. ഇതിൻ്റെ ഒരു പൂജ കാര്യങ്ങളൊക്കെ ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ്, ഒരു ടൈം ട്രാവലുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സിനിമയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. വിജയ് എന്താണ് ഇങ്ങനെ ഒരു കഥയ്ക്ക് തലവെച്ചതെന്ന് എനിക്കറിയില്ല. ഇത് എക്സ്പെരിമെൻ്റൽ മൂവിയാണോ, ഇതെങ്ങനെ അവസാനിക്കുന്നൊന്നും അറിയില്ല. അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. എന്തായാലും വലിയ പ്രതീക്ഷയൊന്നും വെക്കാത്തൊരു സിനിമ, അതായത് ഒരു വിജയ് സിനിമ എന്നുള്ളതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്ത ഞാൻ ഒരു സിനിമയാണ് ദളപതി 68 എന്ന് പറയുന്നത്. അടുത്തത് തലൈവർ 171. ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ പേരിട്ടില്ല, എൻ്റെ പൂജ പോലും തുടങ്ങിയിട്ടില്ല, അനൗൺസ്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സിനിമ 2024 റിലീസ് ചെയ്യട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോകേഷ് സിനിമയാണ്, അതാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് വരാനുള്ള കാര്യം. അനിരുദ്ധാണ് മ്യൂസിക്കൽ. പിന്നെ തലൈവർ ഉണ്ട്, തലൈവർ ലോകേഷ് യൂണിവേഴ്സിൽ വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയും ഈ ഒരു സിനിമയുടെ ഹൈപ്പ് കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. ഈ ഒരു കാന്താരയുടെ പ്രീക്വൽ ആയിരിക്കും ഈ ഒരു സിനിമ. ഇതൊരു 3 പാർട്ട് സിനിമ എന്തോ ആണ്. എന്തായാലും എൻ്റെ ഓൾറെഡി ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വമ്പൻ ട്രെൻഡിങ് ആയിട്ട് വന്നൊരു സാധനമാണ്. അടുത്തത് പുഷ്പ പാർട്ട് 2, പുഷ്പ ദ റോൾ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ എന്തുകൊണ്ട് എക്സൈറ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പ 1 ഓൾറെഡി നമ്മൾ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ പുഷ്പ എവിടെയാണ് എന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഇവരുണ്ടല്ലോ, അതാണ് ഈ ഒരു സിനിമയെ നമ്മളിങ്ങനെ എക്സൈറ്റിംഗ് ആകുന്നത്. അതേപോലെ തന്നെ കുറേ വെയിറ്റ് ചെയ്ത്, അതായത് കുറേ വർക്ക് ചെയ്തെടുത്തൊരു സിനിമയാണെന്നാണ് ഇതിൻ്റെ ഡയറക്ടറും അതേപോലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ പറയുന്നത്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് ഈ ഒരു സിനിമയ്ക്കകത്തായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു പ്രതീക്ഷ കൂട്ടുന്നതും. അടുത്തത് കങ്കുവ, ശിവ സൂര്യ കോംബോയിൽ ഇറങ്ങുന്ന സിനിമയാണ്. ഓൾറെഡി ഈ ഒരു സിനിമയുടെ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. DSP ആണ് മ്യൂസിക്. ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയായിരിക്കും. എനിക്ക് തോന്നുന്നു കുറേ അധികം ഭാഷകളിൽ ഇറങ്ങുന്നൊരു സിനിമ കൂടിയായിരിക്കും കങ്കുവ. എന്തായാലും വാടിവാസകൾ ഇറങ്ങിയില്ലെങ്കിൽ സൂര്യയുടെ ഒറ്റ സിനിമയായിരിക്കും 2024 കങ്കുവ എന്ന് പറയുന്നത്. എന്തായാലും ഫാൻസൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നൊരു സിനിമയാണ് കങ്കുവ. അടുത്തത് വേട്ടയൻ, തലൈവർ സിനിമയാണ്. ഈ ഒരു സിനിമ എന്ന് റിലീസ് ഡേറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ വലിയൊരു കാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. പ്രമോ വീഡിയോ ഓൾറെഡി റിലീസായിട്ടുണ്ട്. അതൊരു കുഴപ്പമില്ലാത്ത ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രമോ വീഡിയോ ആയിരുന്നു അത്. അടുത്തത് തഗ് ലൈഫ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിരത്നവും കമൽഹാസനും കുറേ കാലങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ഒരു പ്രമോ വീഡിയോ ഉണ്ടായിരുന്നു, ഒന്നുമില്ല, സിമ്പിൾ പ്രമോ വീഡിയോ, പക്ഷേ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു പ്രമോ വീഡിയോ ആയിരുന്നു ഈ ഒരു തഗ് ലൈഫിനുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അടിപൊളി പ്രമോ വീഡിയോ ആയിരുന്നു. അത്ര എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും തഗ് ലൈഫ് എന്ന് പറയുന്നത്. അടുത്തത് തങ്കലൻ, വിക്രം സിനിമയാണ്. ഓൾറെഡി ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ എന്നുണ്ടായിരുന്നു, കിടിലം പ്രൊമോ വീഡിയോ ആയിരുന്നു. കാരണം ഒരു ഹിസ്റ്റോറിക് മൂവിയാണ്. അടിപൊളി പ്രൊമോ വീഡിയോ എന്ന് വെച്ചാൽ അടിപൊളി പ്രൊമോ വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ റിലീസ് ജനുവരിയിലായിരുന്നു, പക്ഷേ അത് പുഷ് ചെയ്തിട്ടുണ്ട്. 2024 എന്തായാലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിടുതലൈ പാർട്ട് 2. സൂര്യയും വെട്രിമാരനും കൂടെ വരുന്ന സിനിമയാണ് വിടുതലൈ. ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ, അതിൻ്റെ ഒരു സീക്വലായിരിക്കും. ആ ഒരു സ്റ്റോറി കംപ്ലീഷനൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമയിൽ വരുന്നത്. വിടുതലൈ ഫസ്റ്റ് അറിയാവുന്നതാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ ഹിറ്റായ സിനിമയാണ്. അപ്പം ആ ഒരു സിനിമ എന്തായാലും 2024 പ്രതീക്ഷിക്കുന്നുണ്ട്. വെട്രിമാരൻ ചെയ്യുമെന്നാണ്.
അടുത്തത് വാടിവാസൽ. ഈ ഒരു സിനിമ 2024 റിലീസ് ചെയ്യുമോ ഇല്ലയോ നോ ഐഡിയ. കാരണം ഇങ്ങനൊരു പടം വരുന്നുണ്ടെന്ന് മാത്രമേ വെട്രിമാരൻ പറഞ്ഞിട്ടുള്ളൂ. എന്ന് റിലീസ് ചെയ്യും, ഷൂട്ട് എന്ന് തുടങ്ങും, ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. സൂര്യ വെട്രിമാരൻ കോംബോ ആയിരിക്കും ഒരു സിനിമയിൽ വരുന്നത്. എന്തായാലും സിനിമ വരുമ്പം നമുക്ക് ഓൾറെഡി വെട്രിമാരനെ അറിയാവുന്നതാണ്, വെട്രിമാരൻ്റെ ഡയറക്ഷൻ ലെവൽ അറിയാവുന്നതാണ്. അപ്പം ആ ഒരു സാധനം നമുക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു അടിപൊളി പടമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ക്യാപ്റ്റൻ മില്ലർ. ധനുഷിൻ്റെ കരിയറിലെ ഒരു വലിയ സിനിമ, അതായത് ഒരു ക്യാൻവാസ് കൊണ്ട് തന്നെ വലിയൊരു സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. 2024 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കുറച്ച് പഴയ കഥ ആണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. എന്തായാലും ആ ഒരു സിനിമയും ഈ വർഷം തന്നെ റിലീസ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും റിലീസ് ചെയ്യുമായിരിക്കും, കാരണം ട്രെയിലറൊക്കെ റിലീസായതല്ലേ. അപ്പം ഇത്രയാണ് ആ ഒരു 25 സിനിമകൾ 2024 ഇന്ത്യൻ സിനിമയിൽ, അല്ലെങ്കിൽ തമിഴ് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വരാൻ പോകുന്നത്. അപ്പം എന്തായാലും ഇനിയും സിനിമകളുണ്ട്. നമ്മൾ ഹോളിവുഡിലും തൊട്ടിട്ട് പോലെയല്ല, ഒരുപാട് സിനിമകളുണ്ട്. ഇനി ബോളിവുഡിലെ സിനിമകൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഏതാണ് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന 2024 സിനിമ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.